ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കധികം സൗണ്ടൊന്നും വെക്കാൻ പറ്റില്ല. ഞാൻ കോലാലംപൂർ എയർപോർട്ടിൽ ഇരിക്കേണ്ടതാണ്. ഒരുപാട് ആൾക്കാർ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട്. ഞാനിവിടെ കിടന്ന് ഈ വെളുപ്പാങ്കരുത് രാവിലെ തന്നെ ചെറുതുണ്ടെങ്കിൽ ആൾക്കാർ എനിക്ക് വട്ടണമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി കൊച്ചിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചാണുള്ളൂ അത്. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ച് വേണ്ട, നോർമലി കൊച്ചിയിൽ നിന്ന് മിക്കപ്പോഴും തുടങ്ങാറില്ല. ഞാൻ കോലാലംപൂർ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോലാലംപൂർ തന്നെ സ്റ്റാർട്ട് ചെയ്ത്, പക്ഷേ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനത്. അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, ബാലിയാണ്. അപ്പോൾ ബാലിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഇന്നലെ നൈറ്റ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ഫ്ലൈറ്റ് കയറി രാവിലെ 7:30 കോലാലംപൂർ വന്ന് ഇറങ്ങി. അവിടുന്ന് ഇപ്പോൾ കണക്റ്റാണ് ഫ്ലൈറ്റ്. ഇവിടുത്തെ ടൈം 9:30 നേരെ ബാലിയിലേക്ക് പോകണേന്ന്. അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ, അതായത് ലോകം ചുറ്റി കാണുക എന്ന് പറയുന്ന ഓരോരോ ആഗ്രഹങ്ങൾ ഞാനിങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്, അൽഹംദുലില്ലാ. പിന്നെന്താ, അപ്പോൾ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ബാലിയിൽ പോകാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ വേറൊരു ക്യാമറയും കൂടെ എടുത്ത് DJI Pocket 3 ഓൾറെഡി പോക്കറ്റ് 3 പറഞ്ഞ മുമ്പ് എടുത്തത് മഷൂന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഒരു Insta360 X4 എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെടുത്തിട്ട് എനിക്ക് വലിയ യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല, കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ടും തോന്നിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്ത് ഒരെണ്ണം കൂടെ ഞാൻ ഇന്നലെ പോയി. ഇന്നലെ ഒരു ദിവസം ഫുള്ള് ഞാൻ ഇതിൻ്റെ പറയുന്നു, ക്യാമറ എടുക്കുക അങ്ങനെയുള്ള തിരക്കുകളൊക്കെ തന്നെയായിരുന്നു. ഈ വരുന്നത് പ്രമാണിച്ചിട്ടുള്ള കുറച്ച് തിരക്കുകളായിരുന്നു, ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, DJI Pocket 3 ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്ലിപ്പാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പുതിയത് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഷോട്ടാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അനൗൺസ്മെൻറ്റ് ഞാൻ ഇത്ര പതുക്കെ സംസാരിക്കുമ്പോൾ ഈ അനൗൺസ്മെൻറ്റും കൂടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒട്ടും കേൾക്കില്ല നിങ്ങൾക്ക്. അത് പതുക്കെ ഒന്ന് നിർത്തിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവം. അപ്പോൾ നമ്മൾ ബാലിയിലേക്ക് പോകണം ഗൈസ്. അപ്പോൾ ഇത് മാത്രമല്ല, Insta Pocket 3 മാത്രമല്ല, DJI Pocket 3 മാത്രമല്ല ഞാൻ വാങ്ങിച്ചത്. ബാലിയിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ വ്യൂ ഒക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോണിൻ്റെ ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ ഹെവി ഡ്രോണൊന്നുമല്ല, എന്നാലും DJIയുടെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്രോണും ഞാൻ ഇന്നലെ പുതിയത് വാങ്ങിച്ചു. അപ്പോൾ ഡ്രോണ് നല്ലതായിട്ട് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഈ ബാഗിൽ ഫുള്ള് എൻ്റെ പണി സാധനങ്ങളാണ് ഗൈസ്. എൻ്റെ ഓരോരോ ക്യാമറകൾ, അതായത് അതേപോലെ തന്നെ ഡ്രോണ്, പവർ ബാങ്ക്, ചെറിയ ട്രൈപോഡ്, പിന്നെ Insta360 X4, പിന്നെ ഇതിൻ്റെയൊക്കെ ബാറ്ററികൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ച് കുത്തി നിറച്ച് വെച്ചേക്കുന്ന ബാഗാണിത്. ഇത് ഞാൻ മലേഷ്യയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. പക്ഷെ എനിക്കത് ഇതുവിട്ട് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ പിന്നെ ഇന്നലെ ഒരു ബോക്സും മറ്റേ ട്രോളി ബോക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഇന്നലെ മൊത്തം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി അപ്ഡേഷൻസ് ഒക്കെ പതുക്കെ അറിയിക്കാം. അപ്പോൾ നമുക്ക് നേരെ ബാലിയിലേക്ക് യാത്ര തിരിക്കാം. എയർ ഏഷ്യയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ അടുപ്പിച്ച്, 1 മണിക്കൂറില്ല, 3/4 മണിക്കൂറത്തെ പോസ്റ്റ് ഉണ്ട് ഇവിടെ ആയിട്ട്. എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ബാലിയിലെത്തി ഗൈസ്. ഒന്നും പറയണ്ട, ഇത്ര നേരം, അതായത് കോലാലംപൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ട് മൊത്തം 7.5 മണിക്കൂർ ട്രാവൽ ചെയ്തു.
ഗൈസ് അങ്ങനെ ഇനി അടുത്തത് ഇമിഗ്രേഷൻ ചെക്ക്. അതും കൂടെ കഴിഞ്ഞിട്ട് ഒരു സിം എടുക്കണം. ഇവിടുത്തെ സിം എടുത്തിട്ട് വേണം ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് നേരെ സ്ഥലം വിടാൻ. ഇത് കണ്ടില്ലേ, ഇവിടെ ആൾക്കാർ ഇവിടെ തന്നെ ഇമിഗ്രേഷൻ ചെക്കിന് കയറാൻ വേണ്ടിയുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഗൈസ് അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഗ്രാബ് ബുക്ക് ചെയ്ത് അങ്ങനെ വണ്ടിയിൽ കയറി. ഒന്നും പറയേണ്ട ഗൈസ്. പിന്നെ ഇവിടെ ഈ ബാലി ഇന്തോനേഷ്യ വരുമ്പോഴത്തേക്കും വിസ ഫ്രീ അല്ലെങ്കിൽ ഓൺ അറൈവൽ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആൾക്കാരുണ്ട്. അവര് ശ്രദ്ധിക്കുക, എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിസ നിങ്ങൾ എടുത്തിട്ട് തന്നെ വന്നായിരിക്കും നല്ലത്. 30 days അങ്ങനെ എടുത്തിട്ട് തന്നെയായിരിക്കും നല്ലത്. ഞാൻ ആക്ച്വലി ഫ്ലൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഇക്സിഗോ വഴിയാണ് ഞാൻ വിസ ആപ്ലിക്കേഷൻ ഇട്ടതാണ്. അപ്പൊ ഷിനാജ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് ബഷിക്കാം, ഈ അവിടെ ആയിട്ട് ഓണറേബിൾ ആണ്, മറ്റാണ് മറിച്ചാണ്, അവിടെ ആയിട്ട് പേയ്മെന്റ് ഒന്നും ഇല്ല, നമുക്ക് വിസ ഇങ്ങനെ എടുത്ത് പൈസ കളയണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറയില്ലടാ, ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയാണ്. ഞാൻ നെറ്റിൽ സെർച്ച് നോക്കിയപ്പോൾ ഇന്ത്യൻസിന് വിസ ഉണ്ട്, അതിന്റെ ഓണറേബിൾ എന്ന് പേര് മാത്രമേ ഉള്ളൂ. അതിന്റെ പേയ്മെന്റ് നമ്മളൊരു ഇത്ര എമൗണ്ട്, അതായത് 3000 അടുപ്പിച്ചോളം കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇല്ല തർക്കിച്ച്, ഇല്ല അങ്ങനെയല്ല മറ്റേ മറിച്ചല്ല എന്ന് പറഞ്ഞ് ഭയങ്കര തർക്കിച്ച് അവസാനം ഈ 1-2 പേരെയൊക്കെ വിളിച്ച്, ട്രാവൽസിലൊക്കെ 1-2 പേരെ വിളിച്ച് അവരും എന്തോ പണ്ടത്തരം പറഞ്ഞു. പോലെ ശരി എന്നും പറഞ്ഞിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്ത് ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടാ നിന്റെ ഉറപ്പിലാണ്ടാ ഞാൻ വന്നെ ആയിക്കാം വിസ ഒന്നുമില്ല, പേയ്മെന്റ് വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറയും. നേരെ ഇവിടെ വന്ന് നമ്മൾ സാധാരണ എല്ലാ എയർപോർട്ടിൽ പോണ കാര്യമല്ല, ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് കണ്ടീഷൻസ്. നമ്മൾ ഒന്നാമത് അവിടെ നിന്ന് തന്നെ നമ്മൾ കൊച്ചിയിൽ നിന്ന് തന്നെ എയർപോർട്ടിലേക്ക് കയറി അവിടെ ടിക്കറ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പറയും, അവിടെ നിന്ന് പറയും ഒരു ഹെൽത്ത് ചെക്കപ്പിന്റെ ഒക്കെ ഒരു ആപ്പ് ഉണ്ട്, അതായത് സദു സെഹാത്ത് എന്നും പറഞ്ഞിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ പറയും. അതിന്റെ അകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറയും. അതിന്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അത് നമുക്ക് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും മതി, ഫ്ലൈറ്റിൽ നിന്ന് ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. അത് രജിസ്റ്റർ ചെയ്താൽ ഓൾറെഡി ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി അത് രജിസ്റ്റർ ചെയ്തിട്ട്. പിന്നെ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹെൽത്തിന്റെ വേറൊരു QR കോഡ് അവിടെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് പോയ കൺട്രി കാര്യങ്ങൾ 21 days ഗ്യാപ്പ് ഇട്ടിട്ട് വന്നെന്നുള്ളൊരു സംഭവങ്ങൾ ഇതെല്ലാമായിട്ടുള്ള ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും. അത് പാസ്സാക്കി അവിടെ നിന്ന് ഒരു QR കോഡ് കാണിച്ച് അവിടെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങും. ഇമിഗ്രേഷൻ കൗണ്ടർ അങ്ങോട്ട് ആ ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇന്ത്യൻസിന് വിസ ഉണ്ട്. അവരവര് ഓൺ അറൈവൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യൻസിന് ഒരു 3000 വിസ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് 3000 വിസ അവിടെ പേയ്മെന്റ് കൊടുത്ത് ഞാനത് എടുത്തിട്ട് വന്നിട്ട് ഞാൻ ഷിനാന്റെ അടുത്ത് വന്നിട്ട് എന്റെ പൊന്നളിയാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വിസ എടുക്കണത്. ഇല്ല, അത് അവിടെ ഫ്രീ അല്ലേ, ഫ്രീയാ, അതിന് പൈസ കൊടുക്കണം. ഇത് തന്നെയല്ലേ ഞാൻ അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പൊ ഇതിന് ഞാൻ കാർഡ് ചോദിച്ചപ്പോ കാർഡിന്റെയും അതിന്റെ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊക്കെ കട്ടായി വെറുതെ ആയിപ്പോയി. അപ്പൊ ഞാനത് നിങ്ങളും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്, ഇന്തോനേഷ്യ ബാലിയിലേക്ക് വന്നവര് വിസ ഓൾറെഡി ഒരു 3500-800 അല്ലെങ്കിൽ മാക്സിമം 4000 ആവുള്ളൂ ഒരാൾക്ക്. അപ്പൊ നമ്മൾ വിസ എടുത്തിട്ട് തന്നെ ആയിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടില്ലാണ്ട് ഇവിടെ നിന്ന് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഈസി ആയിട്ട് നമുക്ക് പോരാൻ പറ്റും. പിന്നെ ഞാനാണ്ട് അവിടെ നിന്ന് വിസ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പോക്കിലേക്ക് പിന്നെ എടുക്കണമെങ്കിൽ ടാസ്കിലേക്ക് വിസ കാണിച്ചു തരാം. അപ്പൊ ഇവിടുന്ന് വിസ എടുത്തതിന് ശേഷം പിന്നെ ഇമിഗ്രേഷൻ കൗണ്ടറിന്റെ അവിടെ വലിയ ക്യൂവിൽ കുറെ നേരം ഞാൻ നിന്ന് അവിടെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് അതിനുശേഷം പിന്നെ സിറ്റിയിലൂടെ പുറത്തിറങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവിടെ ബാഗേജ് ക്ലെയിമിന്റെ അവിടെ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. നമ്മ അവിടെ നിന്നും ഒരു QR കോഡ് നമ്മൾ ഇതുപോലെ സ്കാൻ ചെയ്ത് ആ ഫോം കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് നമ്മുടെ ബാഗ് എത്ര കിലോ വെയിറ്റ് ഉണ്ട്, എത്ര ബാഗ് ഉണ്ട്, എത്ര ട്രാവലറുണ്ട്, ഇതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് അപ്പോൾ നമുക്കൊരു QR കോഡ് വരും. ആ QR കോഡ് അവിടെ ആയിട്ട് സ്കാൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ, സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ എയർപോർട്ടിന്റെ പുറത്തേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും പ്രൊസീജിയേഴ്സ് ഇവിടെ ആയിട്ട് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം പ്രൊസീജിയേഴ്സ്, ഞാനിപ്പോ 4ാമത്തെ കൺട്രിയാണത്, ഈ 4ാമത്തെ കൺട്രി ഇവിടെ ആയിട്ടാണ് ഇത്രയധികം പ്രൊസീജിയേഴ്സ് എനിക്ക് ഫീൽ ചെയ്ത്. ബാക്കി എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. മലേഷ്യ ഞാൻ പോയപ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഒരു നമ്മുടെ എയർപോർട്ടിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു QR കോഡ് വന്നിട്ട് അത് ജസ്റ്റ് ഫില്ല് ചെയ്തേക്കാം. അപ്പൊ മെയിൽ വരും, നമ്മളങ്ങോട്ട് എൻ്റർ ആയതിന്റെ ഒരു മെയിൽ വരും. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈസി ആയിരുന്നു. പക്ഷെ ഇവിടെ ആയിട്ട് ഒരു 2-3 സ്ഥലത്തൊക്കെ ഫോം ഫില്ല് ചെയ്യലും കാര്യങ്ങളും, അതായത് എല്ലാം ഓൺലൈനാണ്, എല്ലാ വെബ്സൈറ്റ് വഴിയാണ്, ഓൺലൈൻ വഴിയാണ്, ലിങ്ക് വഴിയാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ. എല്ലാം കഴിഞ്ഞൊരു ഒരു 1.5 മണിക്കൂർ മേലായി തോന്നും. എന്നിട്ട് ഇപ്പൊ ഇറങ്ങി വണ്ടി എടുത്ത് വണ്ടി ഇരിക്കുന്നത് കേസ് ഒന്നും പറയാം, ഭയങ്കര ബ്ലോക്ക് കിടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, നല്ല ബ്ലോക്ക് ഉണ്ട്. ഞാൻ കൊച്ചിയിൽ നിന്ന് ഇന്നലെ രാത്രി കയറിയിട്ട് വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ, വേറൊരു സാധനം കഴിച്ചിട്ടില്ല. ആദ്യം പച്ചവെള്ളം ഇടക്കിടക്ക് പോയിട്ട് കുടിക്കും. എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യണം, പിന്നെ ഭയങ്കര ടയേർഡായി. ഈ
മുഖമൊക്കെ ഇരിക്കണം വല്ലാണ്ട് ഇരിക്കണം. ഇനി റൂമിലേക്ക് പോയി ഈ ബ്ലോക്കിന്റെ ആകെ 2 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉള്ളൂ. ആ 2 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ ഒരു ഇത്തരം ബ്ലോക്ക് കിടക്കുന്നത്. നല്ല തിരക്കുണ്ട്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുത്തെ പൈസ കുറച്ച് കൂടുതലാണ്. അതായത് നമ്മുടെ വിയറ്റ്നാമിലെ ഇന്ത്യൻ മണിയും വിയറ്റ്നാം മണിയുമായിട്ട് അത്രയ്ക്ക് വലുതായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. ഇവിടെ ആയിട്ട് നല്ല രീതിയിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമുക്ക് എക്സ്പെൻസ് കൂടുതലുണ്ട്. ഇന്തോനേഷ്യ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം കയ്യിൽ അത്യാവശ്യം എമൗണ്ട് വേണ്ടി വരും. അപ്പം അതിപ്പോ ഒരു സിം എടുത്ത് എനിക്ക് ബ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്യാനോ ഇതിനൊക്കെ എന്തായാലും എനിക്ക് നെറ്റിന്റെ ഒരു സിം വേണം. അപ്പൊ ഞാൻ 74 GB യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിം എടുത്ത്. അത് നമ്മുടെ ഇന്ത്യൻ മണി 3000 ചില്ലായിരം രൂപയായി. അപ്പൊ അതെടുത്ത് ആക്ടിവേറ്റ് ചെയ്ത് അപ്പൊ അത് ഇട്ടിട്ടാണ് ഇപ്പൊ കംപ്ലീറ്റ് നെറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയണത് നിങ്ങൾക്കും കൂടെ കുറച്ച് കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വന്നതായിരിക്കും. അപ്പൊ ഞാൻ നേരെ റൂമിലേക്ക് റെസ്റ്റ് എടുക്കട്ടെ, ബാക്കിയൊക്കെ ഞാൻ പതുക്കെ അറിയിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. ഈ റൂം എന്ന് പറഞ്ഞ ഒരു ഡാർക്ക് മൂഡ്, ഒരു ആംബിയൻസ് ഉള്ള റൂമാണ് ഗൈസ്. ഒരു വാം ലൈറ്റ് ഒക്കെ ആയിട്ട് ഒരു ഹൊററൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. കലിപ്പില്ല. ഫോട്ടോയിലൊക്കെ കാണാൻ നിർത്താൻ അറിയാമല്ലോ നിങ്ങൾ. നമ്മൾ ബുക്ക് ചെയ്യാൻ നിർത്തി വലിയ സംഭവത്തിലൊക്കെ ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്യണത്. പക്ഷെ ബുക്ക് ചെയ്ത് ഇവിടെ വരുമ്പോൾ അതിൻ്റെ അത് ഫോട്ടോ ഒക്കെ അതിഗംഭീരമായിരിക്കും. പക്ഷെ റൂമിൽ വരുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഇത്ര സെറ്റപ്പ് ഉള്ളൂ അല്ലേ എന്നുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എനിക്ക് 1-2 സ്ഥലത്ത് പോയിട്ട് അനുഭവമാണ്. അതുകൊണ്ടിട്ട് ഒറ്റ ദിവസത്തേക്ക് ഞാൻ ബുക്ക് ചെയ്യുള്ളൂ. കൂടുതൽ ദിവസത്തേക്ക് ബുക്ക് ചെയ്യില്ല. കാരണം നേരിട്ട് കണ്ടിട്ട് അവിടെ പോയി ഇഷ്ടപ്പെട്ട മാത്രം എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വിചാരിക്കും. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഒന്ന് ഫ്രഷ് ആകട്ടെ. എന്റെ ടൂൾസുകളൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനിടണം. എല്ലാം ക്യാമറയും മൊബൈലും ഒക്കെ ചാർജ് ചെയ്യാനിടണം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പോയി കഴിക്കണം. നല്ല വിശപ്പുണ്ട്. അപ്പൊ ആദ്യം ഒന്ന് ഫ്രഷ് ആകട്ടെ. ഗൈസ്, എങ്ങനെ വിശന്ന് കൂടുതലായിരുന്നു. ഞാൻ ഒരു റെസ്റ്റോറന്റിൽ വന്നിരിക്കുന്നതാണ്. ഇതുണ്ടല്ലേ, കുറച്ചുനേരം നല്ല വെയിലുണ്ടല്ലോ. കുറച്ചുനേരം തന്നെ ഇവിടെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും നല്ല ടാനായി. വെയിലടിച്ചിട്ട് നല്ല ടാനായി. ഒരു പരിവായി പോയി. നല്ല വെയിലുണ്ട്. ഇവിടുത്തെ വെയിൽ നല്ല ചൂടുണ്ട്. പിന്നെ അപ്പൊ ഫുഡ് ഞാനിവിടെ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അത് ഇവിടെ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അത് വായ്പൊള്ളാത്തൊരു പേരാണ്. അപ്പം വന്ന രീതി എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മുടെ അവിടുത്തെ പോലത്തെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ ഒരു സ്റ്റൈലല്ല അവർ സെറ്റ് ചെയ്യണത്. വന്ന രീതി ഞാനിപ്പോ കാണിച്ചു തരാം. അടിപൊളി. ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തപ്പോ എന്തൊക്കെ സാധനങ്ങൾ അതിന് കൂടെ വന്നത്. ഫുള്ള് വെറൈറ്റി ആയിട്ട് അടിപൊളിയായി കൊണ്ടുവന്നു. മേളിലൊരു ബുൾസ വരെ ഉണ്ട്. നൈസ്, കൊള്ളാം. എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ. ഞാൻ ഒരു വായ വെച്ച് കഴിച്ചു നോക്കി. നൈസായിട്ടുണ്ട്. കൊള്ളാം. നല്ല കിടലായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ നാട്ടിൽ കഴിക്കണതിനെക്കാട്ടും ഒരു ഡിഫറെന്റ് ടേസ്റ്റ്. ഞാൻ ഇതിന് മുമ്പാണ് DJ പോക്കറ്റ് 3 എടുത്തത്. ഇപ്പൊ ഫുഡ് കഴിക്കാൻ പ്രശ്നമായിട്ട് പെട്ടെന്ന് ഇറങ്ങിക്കൊണ്ടിട്ട് ഞാൻ പോക്കറ്റ് 3 എടുത്തിട്ടില്ല. അതുകൊണ്ടിട്ടാണ് ഒരു ലൈറ്റിങ്ങിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം പോലെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങോട്ട് പിടിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. ഇനി ക്യാമറയൊക്കെ എടുത്ത് ഇറങ്ങാനുള്ള ക്ഷമയില്ല കൈസ്. അത്ര വിശപ്പ് സഹിച്ചിട്ടാണ് ഞാൻ പണ്ട് കയറി ഇവിടെ ആയിട്ട്. സംഭവം അടിപൊളിയാകുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു പ്രോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, പ്രോൺസ് ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എനിക്ക് സെറ്റാകാത്ത കുറേ സ്പൂണാണ്. അതിന്റെ വായനക്കാട്ടിയും വലുതാ. കൊള്ളാം. അപ്പൊ ഇതൊന്ന് കഴിച്ച് തീർക്കട്ട് ഗൈസ്. അങ്ങനെ ഞാനവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. കിട്ടില്ല ഫുഡാണ് കേട്ടോ, ഒരു രക്ഷയില്ല. സാധാരണ തായ്ലാൻഡ് പോയിട്ട് പോലും പ്രാവശ്യം ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഇത് അടിപൊളി ഫുഡായിരുന്നു. ഈ വിശപ്പിന്റെ വിളി കൊണ്ടിട്ടാണോന്നും അറിയില്ല. അപ്പൊ ഞാനിവിടെ ഈ കുത്താന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് ഞാൻ. ഇവിടെ ഫുള്ള് പറയാനാണെന്ന്
ഗോവൻ വൈബ് എന്നൊക്കെ പറയാൻ പറ്റും. ഈ പട്ടായം ഏതാണ്ട് ഈ ഒരു ടച്ചൊക്കെ തന്നെയാണ്. ഞാനിപ്പോ ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നു പോയിക്കുന്ന അവിടെ ഒരു കുതിര സവാരി, കുതിര പോലത്തെ കുതിരയുടെ വണ്ടിയില്ലേ അത് കണ്ടു. അപ്പൊ അത് കണ്ടപ്പോ ഇങ്ങനെ സ്റ്റക്ക് ആയതാണ്. ഞാൻ കാണിച്ചു തരാം. ഹലോ, നൈസ്. ഒരു റൗണ്ട് അടിക്കണം, ഇപ്പോഴല്ല പിന്നെ. കൊള്ളാം, നൈസായിട്ടുണ്ട്. കണ്ടില്ലേ, കുത്ത എന്ന് പറഞ്ഞ ഏരിയാണിത്. അപ്പൊ ഇവിടെ ആയിട്ടൊന്നും അറിയാം. ഈ ഒരു സൈഡില് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ ഫുള്ള് റിസോർട്ടുകള്, ഈ ഹോട്ടലുകള്, അതേപോലെ തന്നെ ഈ റെസ്റ്റോറന്റ്, ബാറുകള്, അങ്ങനെ ഇങ്ങനെ നീണ്ടു പറഞ്ഞ് കിടക്കുന്നുണ്ട്. സ്ട്രൈറ്റ് റോഡാണ്. ഞാനിപ്പോ കുറെ നടന്നിപ്പോ ഒരു 1 കിലോമീറ്ററിൽ കൂടുതൽ ഞാൻ ഇപ്പൊ നടന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ചുമ്മാ ഫ്രണ്ടിലേക്കൊന്ന് നടന്നു നോക്കാം. നൈസ്. ഇവിടെയുള്ള റെസ്റ്റോറന്റുകളും ഒക്കെ അടിപൊളിയാണ്. നല്ല ക്ലീൻ ആൻഡ് എന്താ പറയാ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സംഭവം. പിന്നെ രസമുണ്ട് കാണാൻ. ഇവിടെ ഈ ഒരു ഏരിയ മൊത്തത്തിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഈ ക്ലോത്തിങ് മാർക്കറ്റാണ്. അതായത് ഫുള്ള് ഇതേപോലെ സ്റ്റാള് പോലെ കുറെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഏരിയയാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറെ ഉണ്ട്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നടന്നു നോക്കാന്ന് വിചാരിച്ചിങ്ങനെ നടന്നുള്ളൂ. ഫുഡും കഴിച്ച് വെറുതെ ഇവിടെ ഈ ഒരു ഏരിയ ഇങ്ങനെ നടന്നു നോക്കാന്ന് വിചാരിച്ചു. കൊള്ളാം, നല്ല നല്ല ടീഷർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിനി ഇവിടുന്ന് ഇങ്ങനെ അറ്റം വരെ ഉണ്ട്. നടന്നു പോകാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്താ അവിടെ ഒരു ബ്രേക്ക് വന്നിട്ട് അവിടുന്ന് അപ്പുറത്തേക്ക് വീണ്ടും ഇതേപോലെ സ്റ്റാളാണ്. ഫുള്ള് ക്ലോത്ത്സ്, ബാഗ്, ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്. കുറച്ചങ്ങോട്ട് നടന്നു കഴിച്ചു. നടന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മതിയായി. കാരണം എന്താണെന്നറിയാം, ഓൾറെഡി ഇത്രയധികം ട്രാവൽ ചെയ്ത് കാരണം ഒരു ടയേർഡ് ഉണ്ട്. പിന്നെ ഇന്നൊന്ന് ശരിക്കും നമ്മൾ ഉറങ്ങിയാണ് ഇതുണ്ടെങ്കിലേ ഉള്ളൂ ആ ഒരു ക്ഷീണം അങ്ങോട്ട് മാറുന്നു. ഉറക്കം ശരിയായിട്ടില്ലല്ലോ. അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറ്റില്ല. അങ്ങോട്ട് പോയാലും ഈ ക്ലോത്തിങ് സംഭവങ്ങളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് കുറച്ചങ്ങോട്ട് തിരിഞ്ഞ് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പം നടക്കാം. മെയ്ഡ് ഇൻ ബാലി, ഫുള്ള് ബാലി പ്രൊഡക്ട്സുകളാണ് കംപ്ലീറ്റ്. അതിൻ്റെ തന്നെ ഒരു ഷോറൂം.
ഗൈസ് അപ്പളെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കണത് കുത്ത ബീച്ചിന്റെ ഒരു സൈഡിലേക്കാണ്. ശരിക്കും ഈ കുത്ത എന്ന് പറഞ്ഞ ഒരു ഏരിയ ബീച്ച് സൈഡായിട്ട് വരും. അതായത് ഇവിടുന്ന് നമ്മളിങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നേരെ പോയി കണ്ടെങ്കിൽ നടന്ന് നേരെ ബീച്ചിലേക്ക് പോവാം. ബീച്ച് ഏരിയയാണിത്. ആ ബീച്ചിലേക്ക് പോകുന്ന ആൾക്കാരാണ് അതൊക്കെ. ഈ വണ്ടികളും എല്ലാം ബീച്ച് സൈഡിലേക്ക് പോകണം. കാരണം ഈവനിങ് ടൈം ആയില്ലേ, പിന്നെ ആൾക്കാർ ബീച്ചിലായിരിക്കും വെയിലൊക്കെ മാറിയിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിന്റെ ഒക്കെ ഒരു സൈഡിലെത്തി. ബീച്ച് എത്താറായി. നേരെ കാണുന്ന ബീച്ച്. അപ്പൊ നമ്മൾ അവിടുന്ന് നടന്ന് നേരെ ബീച്ചിലേക്ക്, ആ എൻട്രൻസ് വഴി നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുന്നതാണ്. അടിപൊളി സൺസെറ്റ് കാണാം. കറക്റ്റ് ടൈമിൽ വന്നേക്കുന്നത്. ശരിക്കും ഒരു ഗോവ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഗോവ കാന്തലം ബീച്ചിന്റെ ആ ഒരു ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ഓർമ്മയിലേക്ക് വരുന്നത് കാണുമ്പോൾ. അടിപൊളിയായിട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് അറ്റത്തേക്ക് കിടക്കണ ഇത് കണ്ടില്ലേ, ഫുള്ള് മറ്റേ അമ്പറിലേക്ക് വെച്ച് ഫുള്ള് മെയിൻ ബിസിനസ് ഏരിയ എന്നും പറയാൻ പറ്റും ഇവിടെ. ഇത് നൈസ്. അധികം ആഴമൊന്നുമില്ല കേട്ടോ വെള്ളത്തില്. മിക്കവരും ഇറങ്ങി കുളിക്കുന്നുണ്ട്. ഈ ഇന്തോനേഷ്യ ബാലി എന്ന് പറയണത് എന്താ പറയാ, ഈ ഐലൻഡാണ്. അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഐലൻഡാണ്. അതായത് ഇന്തോനേഷ്യയിൽ 17,000 ഐലൻഡുകളിൽ ഏറ്റവും ഫേമസ് ഐലൻഡ് എന്ന് പറയാൻ പറ്റും ബാലി. ഇതേപോലെ തന്നെ കണ്ടമാന ഐലൻഡ് നമ്മൾ ഈ ഫ്ലൈറ്റിൽ വരുമ്പോൾ തന്നെ ഇങ്ങനെ കാണാൻ പറ്റും. ഒരുപാട് താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കാണാം ഒരുപാട് ഐലൻഡുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ 17,000 ഐലൻഡുകളെല്ലാം കൂടി ചേർന്ന അത്യാവശ്യം ഒരു വലിയൊരു രാജ്യമാണ് ഇന്തോനേഷ്യ. നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലത്താണ് എല്ലാവരും ഇരിക്കുന്നത്, കൊടയൊക്കെ വെച്ചിട്ട്. നല്ല തകർപ്പൻ വെയില്. പക്ഷെ ഞാൻ ആലോചിക്കണിരുന്നേ, ആ ഷോർട്സും ടീഷർട്ട് ഇട്ടുണ്ട് വന്നായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഇറങ്ങി കുളിക്കായിരുന്നു. ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് പോവാണ്. അയ്യോ, വെയിലടിച്ച് ഫേസ് ഇരിക്കുന്നുണ്ട്. ടാനടിക്കാൻ തുടങ്ങി, റെഡ് അടിച്ച് ടാനാകാൻ തുടങ്ങി. അത്ര വെയിലുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നായിരുന്നെങ്കിൽ ഇവിടെ സുഹാനയും സുനുവും സായിബും ഒക്കെ വെള്ളത്തിൽ നിന്ന് കയറൂലായിരുന്നു. ആ ചെറുത് എബ്രു ഉൾപ്പെടെ, അവനും വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൂടി ബീച്ചൊക്കെ കണ്ട സീനാണ്. പിന്നെ ഇറങ്ങാണ്ട് അവിടെ ഇങ്ങനെ എത്ര വെയിലാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി അവര് വെള്ളത്തിലിറങ്ങി കളിച്ച് അർമാദിച്ചിട്ടേ കയറി വരുള്ളൂ. പക്ഷെ നൈസായിട്ടുണ്ട് എന്തായാലും. വെറുതെ അല്ല ഗൈസ് ഇവിടെ കുത്ത ബീച്ച് എന്നുള്ള പേര് വന്നത്. ഞാൻ ആലോചിക്കണം ഈ കുത്ത ബീച്ച് എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്നുള്ളത്. കാണിച്ചു തരാം. വേണ്ട കുത്ത കുറെ നേരം ഇവനിവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത്.
ശോ, അവനിങ്ങനെ കളിക്കണ കണ്ടിട്ട് എനിക്ക് തന്നെ കണ്ടിട്ട് കൊതി തന്നെ. അപ്പൊ ഇതാണല്ലോ അപ്പൊ കുത്താ ബീച്ചെന്ന് വരുമല്ലേ. വേറെയും ഒരു ഡോഗ് ഇവിടെ കിടന്ന് കളിക്കണ്ടായിരുന്നു ഇതേപോലെ, അത് പോയിരുന്നു, അത് കയറിപ്പോയി. ഇത് ഇവൻ കുറെ നേരമായിട്ട് ഇവിടെ തന്നെ കിടന്ന് കളിക്കുന്നത്. ആളവിടെ കിടന്ന് ഫുള്ള് ചില്ല് ചെയ്തോണ്ടിരിക്കണത് കണ്ടില്ലേ. ഇവിടെ നിന്ന് സൺസെറ്റ് കണ്ടോണ്ടിരിക്കണേ. ഭയങ്കര എന്തായാലും നൈസായിട്ടുണ്ട്. അവൻ കേട്ടെന്ന് ഞാൻ പറയുന്നത് ഓടി. ഒരു കാര്യം പറയട്ടെ, ഞാൻ വെറുതെ തമാശ രീതിയിൽ പറഞ്ഞാണ്ട് ഇനി ആൾക്കാർ പറയാം അയ്യോ ആ കുത്താ ബീച്ച് അവിടെ അതുകൊണ്ടിട്ടൊന്നും അല്ല പക്ഷേ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്നൊക്കെ പറയാം. ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ്. പെട്ടെന്ന് തന്നെ കുത്താ ബീച്ച് എന്നുള്ളതും അവിടെ കുത്ത അവിടെ കുറെ നേരമായിട്ട് ബീച്ചിൽ കിടന്ന് ഇങ്ങനെ കളിക്കണം കണ്ടപ്പോഴേക്കും വെറുതെ ഇങ്ങനെ ഒരു തമാശ പറഞ്ഞെന്നുള്ളൂ. എന്താ സൺസെറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നല്ല ചൂടുമുണ്ട്, പിന്നെ ഉറങ്ങാത്തതിന്റെ നല്ല ടയർനെസ്സും ഉണ്ട്. അപ്പൊ ഞാൻ പതുക്കെ തിരിച്ച് നടന്നു കയറുന്നു. പതുക്കെ അങ്ങോട്ട് നടക്കാം റൂമിന്റെ ആ സൈഡിലേക്ക്. അയ്യ നല്ല നല്ല ടയർനെസ് ഗൈസ്. അങ്ങനെ കുറെ നടന്നായപ്പോഴത്തേക്കും ഫുള്ള് വേർത്ത് കുളിച്ചൊരു പരുവായി, ടയർഡായിപ്പോയി. അപ്പൊ നേരെ റൂമിൽ വന്നിട്ട് കുളിച്ച് ഫ്രഷായി. ഇപ്പൊ ഇതാണ് മുടിയൊക്കെ നനഞ്ഞിരിക്കണേ, അടുക്ക കിടക്കണേ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് പിന്നെ പുറത്ത് പോയ വഴിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് നിങ്ങളെ കാണിച്ച് ഇൻക്ലൂഡാക്കി അങ്ങനെ നിർത്തിയെന്നുള്ളൂ. നാളെ വേണം നമുക്ക് ഉഷാറായിട്ട് ആദ്യമൂലം കൂടെ തുടങ്ങണം, അടിപൊളിയായിട്ട് മൊത്തത്തിൽ ഒന്ന് കറങ്ങാനും ഒക്കെ. നാളെ ഒന്ന് എനർജി ആകാനുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ നെക്സ്റ്റ് വീഡിയോയിൽ ബാലി വിശേഷങ്ങളായിട്ട് കാണാം. അപ്പൊ അതുവരെ ബൈ ബൈ.